ഇന്ത്യ എന്ന ലോകത്തിലെ പ്രധാന ശക്തിക്കെതിരെ പാകിസ്ഥാൻ ആയുധവും എടുത്ത് ഇറങ്ങിയപ്പോൾ ആ രാജ്യത്തെ ജനങ്ങളാണ് നിലവിൽ പട്ടിണിയായിരിക്കുന്നത്. അവിടെ ഇന്ധനക്ഷാമം, ഭക്ഷ്യക്ഷാമം എല്ലാം രൂക്ഷമായിട്ടുണ്ട്. പാകിസ്ഥാൻ ഇതിൽ നിന്നൊരു പാഠം പഠിച്ചിട്ടുണ്ടോ? പാകിസ്ഥാൻ പാഠം പഠിക്കുമോ, പഠിച്ചിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് ഉത്തരം പറയുന്നതിന് മുമ്പ് ഇപ്പോഴത്തെ അവിടുത്തെ പ്രതിസന്ധി വളരെ രൂക്ഷമാണ്. കടുത്ത ഭക്ഷ്യക്ഷാമം പാകിസ്ഥാനിൽ നേരിടുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. അതുപോലെ തന്നെ രൂക്ഷമായ വിലക്കയറ്റമാണ്. അവശ്യവസ്തുക്കൾ, ഭക്ഷ്യവസ്തുക്കൾക്കെല്ലാം വലിയ വിലയാണ് കൊടുക്കേണ്ടി വരുന്നത്. 1 കിലോ പഞ്ചസാരയ്ക്ക് 180 രൂപ, 1 കിലോ നെയ്യിന് 2100 രൂപ, ഇങ്ങനെയൊക്കെയാണ് 2900 രൂപ. അതുപോലെ കോഴിയിറച്ചി, ഒരു മാസം മുമ്പ് ഇസ്ലാമാബാദിൽ കോഴിയിറച്ചി 1 കിലോയുടെ വില 900 മുതൽ 1200 വരെയായിരുന്നു. ഇപ്പോൾ അത് വീണ്ടും വർദ്ധിച്ചിരിക്കുകയാണ്. കോഴിയിറച്ചി കിട്ടാനുമില്ല. അതിൻ്റെ കൂടെ അതുപോലെ തന്നെ ഈ ചെറുനാരങ്ങയ്ക്ക് 1 കിലോ 1000 രൂപയാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം പാകിസ്ഥാനിലെ അവസ്ഥ എന്താണ്. അവിടെ ഭക്ഷ്യധാന്യങ്ങളെല്ലാം വലിയ തോതിൽ വിലക്കയറ്റമാണ്. അതുപോലെ തന്നെ ഇപ്പോൾ പഞ്ചസാരയ്ക്കൊക്കെ അവർ ഇന്ത്യയെ പോലെയുള്ള രാഷ്ട്രങ്ങളെ ഒക്കെയാണ് ആശ്രയിക്കുന്നത്. ഇതിൻ്റെ കൂടെ മറ്റൊരു വലിയ ദുരിതം കൂടി പാകിസ്ഥാനെ ബാധിച്ചിട്ടുണ്ട്. അത് ഈ മരുന്നുകളുടെ ക്ഷാമമാണ്. അവിടെ ഏറ്റവും കൂടുതൽ മരുന്നുകൾ വന്നുകൊണ്ടിരുന്നത് ഇന്ത്യയിൽ നിന്നാണ്. ഈ ഇന്ത്യ കൊടുക്കുന്ന അത്രയും വിലക്കുറവിൽ മറ്റ് രാജ്യങ്ങളിൽ നിന്നും മരുന്ന് കിട്ടില്ല. പ്രത്യേകിച്ചും പ്രമേഹത്തിനും മറ്റുമൊക്കെയുള്ള മരുന്നുകൾ ഉദാഹരണത്തിന് അമേരിക്കയിൽ നിന്നും മറ്റുമൊക്കെ ഇറക്കുമതി ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് പാകിസ്ഥാന് ചിന്തിക്കാൻ പോലും സാധിക്കില്ല. കാരണം അത്ര വലിയ വില കൊടുക്കേണ്ടി വരും അവർ. അതേസമയം ഇന്ത്യയിൽ നിന്ന് തുച്ഛമായ വിലയ്ക്കാണ് അത്തരം മരുന്നുകൾ കിട്ടിക്കൊണ്ടിരുന്നത്. ഇന്ത്യ ഈ വ്യാപാര ബന്ധം മുഴുവനും അവസാനിപ്പിച്ചതോടുകൂടി പാകിസ്ഥാൻ അക്ഷരാർത്ഥത്തിൽ ശ്വാസം മുട്ടുകയാണ്. അവർക്ക് മരുന്നുമില്ല, ഭക്ഷണവുമില്ല എന്നുള്ള അവസ്ഥയിലാണ്. കൂനിന്മേൽ കുരു എന്നതുപോലെയാണ് ഇന്ധനക്ഷാമം. നമുക്കറിയാം പാകിസ്ഥാനിൽ വൈദ്യുതി കിട്ടുന്നത് 2 തരത്തിലാണ്. ഒന്ന്, വലിയ തോതിൽ അവർ ഡീസൽ ഉപയോഗിച്ച് തെർമൽ പവർ പ്ലാന്റുകൾ പ്രവർത്തിപ്പിച്ചാണ്. അത് ഏതാണ്ട് പാകിസ്ഥാൻ്റെ ഊർജ്ജ ലഭ്യതയുടെ 80%, വൈദ്യുതി ലഭ്യതയുടെ 80% അങ്ങനെയാണ് കിട്ടുന്നത്. ബാക്കി 20% ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റുകളിൽ നിന്നാണ്. അതായത് ഇന്ത്യയിലെ നദികളിൽ പാകിസ്ഥാനിലൂടെ ഒഴുകിപ്പോകുന്ന ഇന്ത്യയിൽ നിന്ന് ഉത്ഭവിച്ച് പാകിസ്ഥാനിൽ കൂടെ ഒഴുകിപ്പോകുന്ന നദികളിൽ വിവിധ ഹൈഡ്രോ ഇലക്ട്രിക് ചെറുകിട പദ്ധതികളുണ്ട്. ഈ ചെറുകിട പദ്ധതികളെല്ലാം ഇപ്പോൾ നിലച്ചിരിക്കുകയാണ്. കാരണം വെള്ളമില്ല. ഇന്ത്യ നദീജല കരാറിൽ നിന്ന് ഇന്ത്യ പിന്മാറി. അതോടുകൂടി അതും വലിയ തോതിൽ ആ ഊർജ്ജ ലഭ്യത അല്ലെങ്കിൽ വൈദ്യുത ലഭ്യത അടഞ്ഞിരിക്കുകയാണ്. ഈ ഡീസൽ പവർ പ്ലാന്റുകൾ അത് പ്രവർത്തിക്കാൻ ആവശ്യമായ ഡീസലില്ല. ആ ഡീസലിനും വലിയ ക്ഷാമം നേരിടുകയാണ്. പെട്രോൾ കിട്ടാനില്ല. ഈ സൈനിക വാഹനങ്ങൾക്ക് അടിക്കാനുള്ള പെട്രോൾ പോലും ഏതാണ്ട് 1-2 ആഴ്ചകൾ മാത്രം ഉള്ള കരുതൽ ശേഖരമാണ് പാകിസ്ഥാനിലുള്ളത്. അതിനപ്പുറത്തേക്ക് പാകിസ്ഥാനിൽ ഇല്ല. പിന്നെ ഇത്രയും ബുദ്ധിമുട്ടുകൾ വരിഞ്ഞു മുറുക്കിയിരിക്കുകയാണ് പാകിസ്ഥാനെ ഈ ദുരിതങ്ങൾ. ഇതവർ സ്വയം വില കൊടുത്ത് വാങ്ങിയതാണ്. ഇതാരും അവരെ അടിച്ചേൽപ്പിച്ചതല്ല. അവരുടെ തന്നെ ബുദ്ധിശൂന്യമായ പ്രവൃത്തികൾ കൊണ്ട്, വീണ്ടു വിചാരമില്ലാത്ത എടുത്തുചാട്ടം കൊണ്ട്, പക്വതയില്ലാത്ത പെരുമാറ്റം കൊണ്ട് പാകിസ്ഥാൻ സ്വയം വരുത്തി വെച്ച, താൻ കുഴിച്ച കുഴിയിൽ താൻ എന്ന് പറഞ്ഞതുപോലെ പാകിസ്ഥാൻ സ്വയം വരുത്തി വെച്ച അവസ്ഥയാണ്. ഇത്രയും ഈ പറയുന്നത് പോലെ വലിയൊരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സമയത്ത് അവർ എങ്ങനെ ഒരു രാജ്യത്തിനോട് സംഘർഷത്തിൽ ഏർപ്പെടും? നിവൃത്തിയില്ലാതെ ഗതികെട്ടാണ് അവരുടെ ഈ ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസ് ഇന്ത്യയുടെ കാല് പിടിച്ചത്, യുദ്ധം നിർത്തണം എന്നാവശ്യപ്പെട്ട്. അതിരൂക്ഷമായ ഇത് വരാൻ പോകുന്ന ദിവസങ്ങളിൽ ഇത് വലിയ തോതിൽ വർദ്ധിക്കും. ഇപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി, യുദ്ധം എന്ന് പറയുന്നത് ആയുധങ്ങളും നമ്മുടെ സൈന്യവും മാത്രമല്ല ഏർപ്പെടുന്നത്. നയതന്ത്ര തലത്തിലൊരു യുദ്ധമുണ്ട്, വ്യാപാരത്തിൻ്റെ മേഖലയിലൊരു യുദ്ധമുണ്ട്. അതുപോലെ തന്നെ ഈ അവശ്യ വസ്തുക്കൾ, മരുന്ന് പോലെയുള്ള സാധനങ്ങൾ എത്തിക്കുന്നത്. നോക്കൂ, കോവിഡ് വലിയ തോതിൽ താണ്ഡവമാടിയിരുന്ന കാലത്ത് എത്രയോ ചെറിയ രാജ്യങ്ങൾക്ക് ഇന്ത്യ സൗജന്യമായി മരുന്ന് കൊടുത്തു, അല്ലേ? എത്രയോ വലിയ രാജ്യങ്ങൾക്ക്. എന്തിനു പറയുന്നു, അമേരിക്കയിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന കോവിഡ് വാക്സിൻ ഉണ്ടല്ലോ, അതിനേക്കാൾ ഫലപ്രദമാണ് ഇന്ത്യയുടേത് എന്ന് ലോകരാഷ്ട്രങ്ങളും WHO അംഗീകരിച്ചിരിക്കുന്നു. നമ്മുടെ മരുന്നിന് സൈഡ് എഫക്റ്റ് വളരെ കുറവാണ്. ഈ അമേരിക്കയിലും മറ്റും ഉൽപ്പാദിപ്പിച്ച അവർ ഗവേഷണം നടത്തി കണ്ടെത്തിയ മരുന്ന്
വലിയ തോതിൽ സൈഡ് എഫക്റ്റ് ഉള്ളതാണ്. ഹാർട്ട് അറ്റാക്ക് പോലെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട്. അത് വലിയ തോതിൽ അവിടുത്തെ ജനങ്ങളെ ബാധിച്ചിട്ടുമുണ്ട്. നമുക്കറിയാം ഇന്ത്യയിൽ തന്നെ ഈ മരുന്നിന് സൈഡ് എഫക്റ്റ് ഉണ്ട് എന്നുള്ളത് ഈ മരുന്ന് ഇറക്കിയ കാലത്ത് തന്നെ നമ്മുടെ ഈ ആരോഗ്യ വിഭാഗം പുറത്തുവിട്ടിരുന്നു. 12ഓളം അതിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ച് പുറത്തുവിട്ടിരുന്നു. അതിന്മേൽ നമ്മൾ ചർച്ച നടത്തി അത് മറികടക്കാനുള്ള മാനദണ്ഡങ്ങൾ, അത് മറികടക്കാനുള്ള മാർഗങ്ങളും ഒക്കെ ചർച്ച ചെയ്തു. ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. അതുപോലെ ഈ അമേരിക്കയിൽ നിന്ന് ഇറങ്ങിയ മരുന്നിനേക്കാൾ എത്രയോ ക്വാളിറ്റി ഉള്ളതാണ് ഇന്ത്യൻ മരുന്ന് എന്നാണ് ഇന്നിപ്പോൾ ലോകം സാക്ഷ്യപ്പെടുത്തുന്നത്. ആ മരുന്നാണ് നമ്മൾ എത്രയോ ചെറിയ രാജ്യങ്ങൾക്ക്, വലിയ നിവൃത്തിയില്ലാത്ത, സാമ്പത്തികമായി വലിയ മെച്ചമല്ലാത്ത രാജ്യങ്ങൾക്ക് നമ്മൾ സൗജന്യമായി കൊടുത്തത്. അങ്ങനെയുള്ളൊരു ഇന്ത്യയോടാണ് പാകിസ്ഥാൻ ഏറ്റുമുട്ടാൻ വന്നത്. അതവരെ എങ്ങനെയൊക്കെ ബാധിക്കുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നയതന്ത്ര തലത്തിൽ നമ്മൾ ഉണ്ടാക്കിയ ബന്ധങ്ങൾ, പക്ഷേ ഇപ്പോഴും ആ രാജ്യത്തെ വലിയ ആഘോഷങ്ങൾ നടക്കുകയാണ്, തങ്ങളാണ് വിജയിച്ചതെന്ന് പറഞ്ഞു. അത് നമുക്കറിയാമല്ലോ. പട്ടിണിയും പരിവട്ടവുമായിട്ട് നിൽക്കുന്ന ഒരു രാജ്യത്ത് ഈ ആഘോഷങ്ങളൊക്കെ എന്തിനാണ്? അവരുടെ ശ്രദ്ധ മാറ്റാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇനി ഈ പറഞ്ഞതുപോലെ IMFൻ്റെ വായ്പ ഇങ്ങോട്ട് വന്ന് അതിലൊരു വലിയ ഭാഗം ആയുധങ്ങൾ വാങ്ങാൻ തന്നെ പോവും. ഈ അമേരിക്കയും മറ്റുമൊക്കെ ഈ വായ്പ കൊടുക്കുന്നത് എന്തിനാണ്? ഇവിടുത്തെ പ്രകൃതി വിഭവങ്ങൾ ഒരു വളഞ്ഞ വഴിയിലൂടെ ചൂഷണം ചെയ്യാനാണ്. ആയുധങ്ങൾ അവിടുന്ന് വാങ്ങുന്നു, പാകിസ്ഥാൻ കടക്കണിയിലാവുന്നു. കടക്കണി ഇപ്പോൾ തന്നെ അവർ വലിയ തോതിൽ കടം വാങ്ങിക്കൂട്ടിയിരിക്കുകയാണ്. അവരുടെ കടത്തിൻ്റെ തോത് ഇപ്പോൾ IMF തന്നെ വലിയ ഈ പണം കടം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് വെറുതെ കൊടുക്കുകയല്ല. അതിന് ഒരുപാട് കണ്ടീഷൻസ് ഉണ്ട്, ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ട്. ഈ ടേംസ് ആൻഡ് കണ്ടീഷൻസ് വെക്കുമ്പോൾ പാകിസ്ഥാൻ അത് അനുസരിക്കാതിരിക്കാൻ പറ്റില്ല. എന്നാൽ അവർക്ക് പണം അത്യാവശ്യമാണ്. അതുകൊണ്ട് അവർ ആ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ അനുസരിക്കും. അതിനനുസരിച്ച് അമേരിക്ക ഈ പാകിസ്ഥാനെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കും. വിഭവങ്ങളെ ചൂഷണം ചെയ്യും. ഇപ്പം ഈ പാകിസ്ഥാന് ഇടത്തോട്ടോ വലത്തോട്ടോ മുകളിലോട്ടോ താഴോട്ടോ മുന്നോട്ടോ പിന്നോട്ടോ ഒന്നും പോകാൻ പറ്റാത്തവണ്ണം അമേരിക്ക അവരെ വരിഞ്ഞു മുറുക്കും. ഇത് തന്നെയാണ് ചൈനയും അവരോട് ചെയ്യുന്നത്. ചൈനയും അവർക്ക് സഹായങ്ങളൊക്കെ ചെയ്യുന്നു, ശരിയാണ്. പക്ഷേ പാകിസ്ഥാനെ എങ്ങനെയെല്ലാം മുതലെടുക്കാമോ അങ്ങനെയെല്ലാം മുതലെടുത്തുകൊണ്ടിരിക്കുകയാണ് ചൈന. ചൈന പാകിസ്ഥാനെ ഒരു സാമന്ത രാജ്യം പോലെ, അല്ലെങ്കിൽ ഒരു ദാസിപ്പണി ചെയ്യുന്ന ഒരു രാജ്യമായിട്ട് ആണ് ചൈന പാകിസ്ഥാനെ കരുതുന്നത്. പാക് ജനതയുടെ അടിസ്ഥാനപരമായ സ്വാതന്ത്ര്യം, അവരുടെ ഒരു രാഷ്ട്രമെന്നുള്ള നിലയ്ക്കുള്ള പരമാധികാരം, ഇതെല്ലാം ചോദ്യം ചെയ്യപ്പെടുകയാണ്. അത് ചോദ്യം ചെയ്യപ്പെടൽ ഇനി വർദ്ധിച്ചുകൊണ്ടിരിക്കും. ഒരു വശത്ത് അമേരിക്ക, ഒരു വശത്ത് ചൈന, മറുവശത്ത് ഇന്ത്യയുടെ ഈ വ്യാപാര നിരോധനം, ഇതെല്ലാം കൂടി പാകിസ്ഥാനെ വലിയ ബുദ്ധിമുട്ടിലേക്കാണ് കൊണ്ടെത്തിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ വാസ്തവത്തിൽ ആയുധമെടുക്കാതെ പതുക്കെ പാകിസ്ഥാനെ കാർന്ന് തിന്നുന്ന ഒരുപാട് ബുദ്ധിമുട്ടുകൾ അവിടെ ഉണ്ടാക്കി വച്ചിരിക്കുകയാണ്. അതും ഒരർത്ഥത്തിൽ ഒരു വിജയം തന്നെയാണ്. അപ്പോൾ എല്ലാ അർത്ഥത്തിലും പാകിസ്ഥാൻ ചുരുങ്ങിയിരിക്കുകയാണ്. അവർക്ക് മറ്റ് മാർഗങ്ങളില്ല. ഈ പറയുന്നത് പോലെ പാക് ജനതയെ പട്ടിണിയിൽ നിന്ന് രക്ഷിക്കാൻ, അവരെ ഈ അവശ്യ മരുന്നുകൾ, ജീവൻ രക്ഷാ മരുന്നുകൾ അവർക്ക് കൊടുക്കാൻ ഒക്കെ അവർക്ക് വലിയ തോതിൽ പാകിസ്ഥാന് വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരും. ഇത് സത്യത്തിൽ ഇന്ത്യയുടെ നയതന്ത്രപരമായും വ്യാപാരപരമായും രാഷ്ട്രീയമായും ഒക്കെ ഉള്ള ഒരു വിജയം കൂടിയാണ് പാകിസ്ഥാൻ്റെ ഇന്നത്തെ അവസ്ഥ. പാകിസ്ഥാൻ വലിയ ആഘോഷമൊക്കെ നടത്തും. ഈ ആഘോഷം ഏതാനും സമയം നീണ്ടു നിൽക്കുന്നതേ ഉള്ളൂ. പക്ഷേ ഈ ലോങ് റണ്ണിൽ മുന്നോട്ട് പോകണമെങ്കിൽ ഭക്ഷണം വേണം, മരുന്ന് വേണം, ഇന്ധനങ്ങൾ വേണം, അല്ലേ? ഇതൊക്കെ പാകിസ്ഥാൻ വലിയ വെല്ലുവിളി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ അവർക്ക് ഇനി വരാൻ പോകുന്നത്, ഇന്നത്തെ ചർച്ചയിൽ ഇന്ത്യ മുന്നോട്ട് വെക്കുന്ന ആവശ്യങ്ങൾ, ഇന്ത്യ മുന്നോട്ട് വെക്കുന്ന കണ്ടീഷൻസ്, ഇന്ത്യ മുന്നോട്ട് വെക്കുന്ന നിർദ്ദേശങ്ങൾ, അതൊക്കെ പാലിക്കാതിരിക്കാൻ പാകിസ്ഥാന് കഴിയില്ല എന്നുള്ളതാണ്. പാകിസ്ഥാന് വെള്ളവും വെളിച്ചവും വലിയ തോതിൽ ഇന്ന് നഷ്ടമായിരിക്കുന്നു. അത് എങ്കിലും തിരിച്ചു പിടിക്കാൻ അവർ ആദ്യം ശ്രമിക്കും. അതിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യ മുന്നോട്ട് വെക്കുന്ന നിർദ്ദേശങ്ങൾ അവർ പാലിക്കും. അതിന് താൽക്കാലികമായെങ്കിലും അവർ അതിന് തയ്യാറാകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം പാകിസ്ഥാനിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്.